മാസം മുമ്പ് തന്നെ UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും സമരം ചെയ്യാനും ഒക്കെ നടന്നിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളം ഒന്നടങ്കം ചോദിക്കുകയാണ്, കേരളത്തിലെ സർക്കാർ സതീശൻ്റെ സർക്കാരാണോ അതോ സംഘികളുടെ സർക്കാരാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ GP മാരെ നിയമിച്ചിരിക്കുന്നതിൽ സംഘികളെത്ര കമ്മികളെത്ര എന്നുള്ളതിനെ കുറിച്ചൊരു ലിസ്റ്റ് അവർ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എന്നാണ് പറയുന്നത്. 85 കോടി രൂപയുടെ GST തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അദാനി ഗ്രൂപ്പ് ശ്രമിച്ചപ്പോൾ അത് കണ്ടുപിടിക്കുക, CAG റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ ടേക്കപ്പ് ചെയ്ത ആൾ കൂടിയായിരുന്നു ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. 85 കോടി രൂപയാണ്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണമല്ലെന്നേ, കോൺഗ്രസിന്റെ ഭരണമല്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘികളുടെ ഭരണമാണ്, അല്ലെങ്കിൽ BJPയുടെ ഭരണമാണ് നടക്കുന്നത്. നമസ്കാരം. സർക്കാർ അധികാരമേറ്റ് 2 മാസമായിട്ടും നിയമന വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല. അന്ന് തൊട്ടേയുള്ള പ്രധാന ആരോപണമാണ് കോൺഗ്രസ്സുകാരൊഴിച്ച് വേറെ ആർക്കും നിയമനം ലഭിക്കും. അത് പേഴ്സണൽ സ്റ്റാഫിലാണെങ്കിലും മറ്റ് സർക്കാരിൻ്റെ പ്ലീഡർമാരായിട്ടും മറ്റെല്ലാ നിയമനങ്ങളിലും കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ UDF അനുഭാവികളോ ഒഴിച്ച് മറ്റെല്ലാവർക്കും നിയമനം എന്നുള്ളതാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കം രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അലോഷ്യസ് സേവ്യർ നേരിട്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. പാലക്കാട്ടും ഇപ്പം മന്ത്രി തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തങ്ങളെ തല്ലാനും കൊല്ലാനും നടന്ന UDFക്കാർ കോൺഗ്രസ്സുകാരെ എടുത്ത് ചെന്ന് പറയാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്നുള്ളൊരവസ്ഥ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എവിടെയാണ്? ആരാണ് കേരളം ഭരിക്കുന്നത്? ആരായി കോൺഗ്രസ്സുകാരെന്നാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഒരു 3 മാസം മുമ്പ് തന്നെ UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും സമരം ചെയ്യാനും ഒക്കെ നടന്നിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതുകൂടി നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളം ഒന്നടങ്കം ചോദിക്കുകയാണ്, കേരളത്തിലെ സർക്കാർ സതീശൻ്റെ സർക്കാരാണോ അതോ സംഘികളുടെ സർക്കാരാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഗവൺമെൻറ് പീരീഡുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ആ ആരോപണങ്ങൾ ഒട്ടുമിക്കതും സത്യവുമായിരുന്നു. ഇനിയും ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ GP മാരെ നിയമിച്ചിരിക്കുന്നതിൽ സംഘികളെത്ര കമ്മികളെത്ര എന്നുള്ളതിനെ കുറിച്ചൊരു ലിസ്റ്റ് അവർ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലെ പല ആളുകളോടും ഇതെന്താണ് നിങ്ങളുടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള നിയമനങ്ങളല്ല, ഇത് നടത്തിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളിൽ നിന്ന് പല നോമിനേഷൻസ് വരുന്നുണ്ട്. ഈ നോമിനേഷനുകളിൽ നിയമിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ വിവാദത്തിൽപ്പെട്ടേക്കുന്നത്. അപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാലക്കാട് ഒരാളെ നിയമിച്ചെന്ന് പറഞ്ഞു, അയാൾ മറ്റേ തുളസി ടീച്ചറുടെ പേഴ്സണൽ സ്റ്റാഫിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു DYFIക്കാരനെ നിയമിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ളൊരു ധാരണ അവർക്കില്ലേ? ഏത് ഘടകകക്ഷിയുടെ ആണെങ്കിലും നോമിനി ആയിക്കൊള്ളട്ടെ, പക്ഷേ അയാളൊരു DYFIക്കാരനാണ്. യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ വേണ്ടി നടന്ന ഒരാളെ പിടിച്ച് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭേദം അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നല്ലേ നല്ലത്. ഇത് ആരോടാണ് ഈ വാശി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തൊരു SFIക്കാരെത്തിയെ, അത് ശക്തമായ രീതിയിലല്ലേ അലോഷ്യസ് സേവ്യർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം എത്ര കേസുകളുള്ള KSUക്കാരുണ്ടെന്നറിയോ? കാരണം അവർക്ക് PCC കിട്ടാത്തത് മൂലം പാസ്പോർട്ട് എടുക്കാൻ സാധിക്കാതെ, വിദേശത്തൊരു ജോലിക്ക് പോകാൻ സാധിക്കാതെ, കടത്തിന് മുകളിൽ കടവുമായിട്ട് കഴിയുന്ന എത്ര KSUക്കാരുണ്ടെന്നറിയോടെ? ആ KSUക്കാർക്ക് എല്ലാം ജോലി കൊടുക്കാൻ വേണ്ടൊന്നും സാധിക്കില്ല. പക്ഷെ അവരിൽ ആർക്കെങ്കിലും ഒക്കെ ജോലി കൊടുത്തുകൂടെ? അതിന് പകരമായിട്ട് ഇങ്ങനെ ഘടകകക്ഷികളുടെ നോമിനികൾക്ക് ആദ്യ പരിഗണന എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഘടകകക്ഷികൾ നടത്തുന്ന കച്ചവടത്തിന് കുടപിടിക്കുന്ന രീതിയിലേക്ക് സർക്കാർ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിരുന്ന നാഥനില്ലാത്തൊരവസ്ഥയുണ്ട്. ശക്തനായ ഒരു KPCC പ്രസിഡന്റ് കേരളത്തിന് ഇപ്പോൾ ഒരു അനിവാര്യതയാണ്. ഇപ്പോൾ നോക്കൂ, സണ്ണി ജോസഫിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഈ നിലവിലത്തെ മുഖ്യമന്ത്രിക്ക് ഒന്നും ഒരു അക്ഷരം മിണ്ടത്തില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വകുപ്പെടുത്ത് വേറെ ഏതെങ്കിലും ചെറിയ വകുപ്പ് കൊടുക്കുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണ് സണ്ണി ജോസഫ് ഉള്ളത്. അപ്പോൾ KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത് കൂടാതെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വിഴിഞ്ഞം പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദിവ്യ എസ് അയ്യരെ മാറ്റി. ദിവ്യ എസ് അയ്യരെ മാറ്റുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്താണ്? അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെയൊക്കെ മാറ്റുന്ന വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയേണ്ടതില്ലെന്നല്ലേ പറയുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? 85 കോടി രൂപയുടെ GST തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അദാനി ഗ്രൂപ്പ് ശ്രമിച്ചപ്പോൾ അത് കണ്ടുപിടിക്കുക, CAG റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ ടേക്കപ്പ് ചെയ്ത ആൾ കൂടിയായിരുന്നു ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. 85 കോടി രൂപയാണ്.
ഇവിടെ നാട്ടിലെ ഏതെങ്കിലും 40,000 50,000 രൂപ GST പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അത് ആ GST തന്നെ സസ്പെൻഡ് ചെയ്ത് കളയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്കിടയിലാണ് 85 കോടി രൂപയുടെ GST തട്ടിപ്പിന് വേണ്ടിയിട്ട് അദാനി കമ്പനി ശ്രമിച്ചിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 15 കോടിയോളം രൂപ പിഴ ചുമത്തിയിട്ടുള്ള ഒരു MD കൂടിയാണ് ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. 16-ൽ പരം കാരണം കാണിക്കൽ നോട്ടീസുകൾ, അത് ചട്ടലംഘനം നടത്തിയതിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത ആളാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവ്യ എസ് അയ്യരെ മാറ്റിയിരിക്കുന്നത് അദാനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയാൻ പറ്റുമോ? അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണമല്ലെന്നേ. കോൺഗ്രസിന്റെ ഭരണമല്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘികളുടെ ഭരണമാണ്, അല്ലെങ്കിൽ BJPയുടെ ഭരണമാണ് നടക്കുന്നത്. 3 സീറ്റ് കൊണ്ട് കേരളം ഭരിക്കാൻ സാധിക്കുന്ന പാർട്ടിയായിട്ട് BJP മാറിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ സംഭവം. അതല്ലെങ്കിൽ നോക്കൂ, ലോയേഴ്സ് കോൺഗ്രസിലെ എത്രയോ വക്കീലന്മാർ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും KSUക്കാരുടെയും ഒക്കെ സമരത്തിന് പോയിട്ട് പോലീസ് എടുത്തിരിക്കുന്ന കേസുകൾ സൗജന്യമായിട്ട് വാദിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതുകൂടാണ്ട് ലോ കോളേജ് ജീവിതത്തിൽ അവർ KSUവിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ച ആളുകളില്ലേ? അപ്പോൾ അവർക്കൊന്നും പരിഗണന കൊടുക്കാതെ ഘടകകക്ഷികളുടെ മേളിലേക്ക് കൊണ്ടുപോയി കുറ്റമിട്ടിട്ട് ഈ ആരെങ്കിലുമൊക്കെ നിയമിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ഈ ഘടകകക്ഷികൾ എന്ന് പറയുമ്പോഴും ആരൊക്കെയാണെന്ന് പറയുന്നില്ല, അതാണ് പ്രശ്നം. കാരണം ലീഗിനെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിലും സമാനമായ പ്രശ്നമുണ്ട്. MSFും യൂത്ത് ലീഗും ലീഗിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതുപോലെ നിയമന വിവാദത്തിൽ. അപ്പൊ ഏതൊക്കെ ഘടകകക്ഷികളാണ് എന്ന് ഇപ്പൊ വ്യക്തമാക്കാൻ പറ്റുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ നേതാക്കന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിനകത്തുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ നേതാക്കന്മാരാണ്. അവരൊരിക്കലും ഇപ്പൊ കോൺഗ്രസിനോടും താല്പര്യം ഉണ്ടാവത്തില്ല, ഈ പറഞ്ഞ ലീഗിനോടും താല്പര്യം ഉണ്ടാവില്ല. അധികാരം സമരം ചെയ്യുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസും KSU MSF മുസ്ലിം യൂത്ത് ലീഗ് ഒക്കെ സമരം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ട്രിപ്പ് അടിക്കുകയും ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെയാണ് നേതാക്കന്മാർ എന്നും പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ചില ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന ചില കച്ചവടങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. കാരണം ഇത് യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ. ഇപ്പൊ പലരും വന്നിട്ട് നമ്മുടെ അടി വന്ന് ചോദിക്കായിരിക്കും, നീ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് കണ്ണീർ ഒലിപ്പിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചു വരുന്നതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുത്തന്നെ വീട്ടിൽ വന്നിട്ട് അവന്റെ വീട്ടുകാരല്ല നമ്മൾ പറയുന്നത്. ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഈ ഒരു സർക്കാരിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിന് നിങ്ങളുടെയും ഞങ്ങളുടെയും ഒന്നുമില്ല. ഈ നാട്ടിലെ സർക്കാരിനെ കുറിച്ചും വിമർശിക്കാനും നല്ലത് ചെയ്യുന്ന സമയത്ത് നല്ലതെന്ന് പറയാനും നമുക്ക് സാധിക്കും. അതിന് ഇത് നമ്മുടെ വീഡിയോക്കിടയിൽ വന്നിട്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ മറ്റേ ആളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന നമ്മളോട് എന്താ നമുക്ക് പറയാൻ സാധിക്കുക? ആളിന്ന് വരുവയ്ക്കലും. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് GP നിയമനം, അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിലേക്കുള്ള നിയമനം. കാരണം റോജി എം ജോണൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ 19 പേരെ നോമിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്ക് അത് തിരുത്താൻ സാധിക്കത്തില്ലായിരുന്നോ? അത് തിരുത്താൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സംഘീവൽക്കരണം നടക്കുന്നു, കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘീവൽക്കരണം നടത്തുന്നു, കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും സംഘീവൽക്കരണം നടത്തുന്നു. അതുകൂടാതെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും സംഘീവൽക്കരണം നടത്തുന്നു, GP നിയമനത്തിൽ സംഘീവൽക്കരണം നടത്തുന്നു. ഇതെന്ത് സർക്കാർ? ഇത് ഒരു ABVP പ്രവർത്തകന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം. ഞാൻ പറഞ്ഞത് കാരണം അലോഷ്യസ് സൈബറൊക്കെ തല്ലുകൊണ്ടിട്ടില്ലേ? അലോഷ്യസ് സൈബറൊക്കെ തല്ലുകൊണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എത്രയോ KSUക്കാർ ഈ പറയുന്ന വാർത്തകൾക്കെല്ലാം അടിയിൽ വന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ കരച്ചിലുണ്ട്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ കരച്ചിലുണ്ട്. കാരണം ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാവും, അത്യാവശ്യം ഒരു നിയമനമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ. ഇതൊന്നും കിട്ടാത്ത അവസ്ഥയാണ്. അതായത് താലൂക്ക് സമിതിയുണ്ട്, ഓരോ താലൂക്കുകളിൽ MLA ഉള്ള എല്ലാ പാർട്ടികൾക്കും ആ താലൂക്ക് സഭയിലേക്ക് ഓരോ ആളുകളെ നോമിനേറ്റ് ചെയ്യാം. അതുപോലും ഇവരെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് താലൂക്ക് സഭകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അയക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിലേക്ക് പോലും പൈസ മേടിച്ചിട്ട് മറ്റു പാർട്ടിക്കാരെ അയക്കാൻ വേണ്ടി തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. കാരണം ഈ കൊടും ചൂടത്ത് വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിച്ച് ഈ ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. 10 വർഷക്കാലം കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാതെ ആ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അടിയുറച്ച് നിന്നു. അത് തന്നെയല്ലേ ഈ പ്രവർത്തകർക്ക് പാർട്ടി കൊടുക്കേണ്ട ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. 10 വർഷക്കാലം അധികാരമില്ലാതെ മാറി നിന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ എന്നിട്ടും കോൺഗ്രസ് പാർട്ടിയെ ഉപേക്ഷിക്കാതെ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്നു എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരനും അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാതിരിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കില്ലേ? സ്വാഭാവിക പ്രതികരണങ്ങൾ ഉണ്ടാവില്ലേ?
ഇപ്പോൾ അലോഷ്യസ് സൈബറിനെയൊക്കെ സംബന്ധിച്ച് അലോഷ്യസ് സൈബറൊക്കെ പൊട്ടിത്തെറിച്ചു. മറ്റു പല നേതാക്കന്മാരും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ കോർപ്പറേഷനുകളുടെയും ബോർഡുകളുടെയും ഒക്കെ ചെയർമാൻ സ്ഥാനം വരുന്നുണ്ട്, അല്ലെങ്കിൽ മെമ്പർ സ്ഥാനം വരുന്നുണ്ട്. അതിൻ്റെ വിഭജനം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാവും, പൊട്ടിത്തെറി. വിളിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ വായ തുറന്നാൽ എന്ന് ഒരു പ്രാവശ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നില്ല. അതോടുകൂടി പല ആളുകളും വീട്ടിൽ കയറിയായിരുന്നല്ലോ. അതേമാതിരി ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവർക്കല്ല ഇപ്പോൾ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ആയിട്ട് പോകുന്നു. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിപ്പോൾ പുനഃസംഘടന വരും. ഈ പുനഃസംഘടന വരുന്ന സമയത്ത് ഇനി DYFIക്കാരനെ പിടിച്ച് KPCC ജനറൽ സെക്രട്ടറിയും യുവമോർച്ചക്കാരനെ പിടിച്ച് KPCC വൈസ് പ്രസിഡന്റ് ഒന്നും ആക്കാതിരുന്നെങ്കിൽ അത് ഭാഗ്യമെന്ന് താഴെ തട്ടിൽ തല്ലുകൊള്ളാനും വിറക് വെട്ടാനും വെള്ളം കോരാനും പോസ്റ്റർ ഒട്ടിക്കാനും നടക്കുന്ന പ്രവർത്തകർ നോക്കിയാൽ മതി എന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ പറയാനുള്ളൂ.